12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതികളിൽ CBSEയോട് വിശദീകരണം തേടി വിദ്യാഭ്യാസ മന്ത്രാലയം. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിലെ സാങ്കേതിക തടസ്സം എത്രയും വേഗം പരിഹരിക്കാൻ CBSEക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെന്നും പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയത് റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. പേപ്പർ ഇന്നലെ രാവിലെയാണ് കിട്ടിയത്. റീവാലുവേഷൻ ഫസ്റ്റത്തെ ഒരു 2-3 ഡേയ്സ് ഫുൾ ഹാങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെയും കൂടി നോക്കുമ്പോൾ ഇന്നലെ രാത്രിയാണ് ഓപ്പൺ ആയത്. മോർണിംഗ് ടു നൈറ്റ് ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. നല്ല ട്രാഫിക് ആയിരുന്നു. ഞാൻ 19th പേയ്മെൻറ്റ് ചെയ്തത്. രണ്ട് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഫോട്ടോ കോപ്പി മെയിലിലേക്ക് കിട്ടിയത് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയ. ആ ആൻസർ ഷീറ്റ് ക്ലാരിറ്റി ഉണ്ടോ? എൻ്റെത് ഭാഗ്യത്തിന് എൻ്റെതിൽ ക്ലാരിറ്റി ഉണ്ട്. കുറേ കുട്ടികൾ പറയുന്നുണ്ട് കിട്ടിയതിന് ക്ലാരിറ്റി ഇല്ല, ബ്ലറായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയത് നോക്കിയത് ഇതുവരെ ക്ലാരിറ്റി ഉള്ളതാണ്. CBSE 12നെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശങ്കയാണ്. ഒന്നാമത് അവർ പഠിച്ച് അവർ ഫ്യൂച്ചറിലേക്ക് പോകേണ്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. അവർ ഫസ്റ്റ് മുതൽ അവർക്ക് ഈ വാല്യുവേഷൻ സ്കീം കൊണ്ടുവന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അവരെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ അതിന് വേണ്ടിയിട്ട് പ്രീപ്ലാൻ ചെയ്തിട്ട് വേണമായിരുന്നു ഇത് കൊണ്ടുവരുന്നത്. ഇത് പെട്ടെന്ന് ഒരു തിരക്ക് കൂട്ടിയിട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റം അല്ല ഇത് ശരിക്കും. പ്രത്യേകിച്ച് വാല്യുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ ഭാവി വെച്ച് കളിക്കുന്നതല്ലേ, അതൊന്ന് ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണമായിരുന്നു. വിഷയത്തിൽ വ്യക്തമായ ഉത്തരം ഇപ്പോഴും CBSEയിൽ നിന്ന് സ്കൂളുകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ രക്ഷാധികാരി ഇബ്രാഹിം ഖാൻ പറഞ്ഞു. മെഡിക്കൽ കോഴ്സിനും എഞ്ചിനീയറിംഗ് കോളേജിനൊക്കെ അപേക്ഷിക്കാനുള്ള സമയം വലുതാകുന്നു. മാർക്ക് ലിസ്റ്റ് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പുനർമൂല്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. ആ പുനർമൂല്യം കൊടുക്കുന്നത് ഒരു തീയതി നിശ്ചയിച്ചിരുന്നു. ആ ദിവസത്തിനുള്ളിൽ ആൻസർ ബുക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല. പലർക്കും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അവർക്ക് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് മറ്റേ ഈ എഞ്ചിനീയറിംഗൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ആശങ്ക ഭയങ്കരമായിട്ട് വന്നു. അവർ ആകെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റ് ഒരാഴ്ച കൂടി നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അപേക്ഷ കൊടുത്ത് പേപ്പർ മേടിക്കണമല്ലോ. അത് കിട്ടിയിട്ടുള്ള അതിൽ കാത്തിരിക്കുന്നതാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹി ചെയ്തു. ബൽറാമ, വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുള്ള കളിയാണ്. മൂല്യനിർണ്ണയത്തിൽ അപാകതയുണ്ടെന്ന ആരോപണം നേരിടുന്നു. അത് പരിഹരിക്കാൻ പേപ്പർ റീചെക്ക് ചെയ്യാനുള്ള പുനർമൂല്യനിർണ്ണയത്തിന് ചെല്ലുമ്പോൾ അവിടെ സൈറ്റ് ഹാങ് ആണ്, പേയ്മെന്റ് പോർട്ടൽ വരുന്നില്ല, അടിമുടി പ്രശ്നങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നാണ് CBSE പറയുന്നത്. ഇതിലിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിശദീകരണമാണ് CBSEയോട് വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയിരിക്കുന്നത്? സുഹൈൽ, അസിത, ഇത്തവണ 12ാം ക്ലാസ് CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത്തവണ CBSE ഏർപ്പെടുത്തിയ പുതിയ രീതി, ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന രീതി, അതിൽ പിഴവുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. കാരണം ഈ ഫലം വന്ന ഘട്ടത്തിൽ ഭൂരിഭാഗം കുട്ടികൾക്കും തങ്ങൾ പ്രതീക്ഷിച്ച മാർക്കില്ലായിരുന്നു. തുടർന്ന് പുനർമൂല്യനിർണ്ണയത്തിന് ഇത്തവണ നിരവധി പേർ അപേക്ഷിക്കാൻ ഒരുങ്ങി. ഇതിന്റെ പ്രാഥമിക നടപടിയായി ഈ ഉത്തരപേപ്പറിന്റെ പകർപ്പ് അത് ഒരു പേപ്പറിന് 100 രൂപ അടച്ച് വെബ്സൈറ്റ് വഴി ലഭ്യമാക്കുന്നതാണ്. എന്നാൽ ആ ഒരു ശ്രമത്തിനാണ് വലിയ തടസ്സം കഴിഞ്ഞ 5 ദിവസമായി നേരിടുന്നത്. ഇന്നാണ് അതിനായുള്ള അവസാന ദിവസമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ പോലും ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് ഹാങ് ആയതിനെ തുടർന്ന് തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് ഫീസ് അടച്ച ശേഷവും ഇതിന്റെ പകർപ്പ് ലഭിക്കുന്നില്ല. മറ്റു ചിലർക്കാകട്ടെ ഫീസ് 100 രൂപ എന്നുള്ളതിന് പകരം 69,000 രൂപയ്ക്ക് മുകളിൽ വരെ ഫീസായി കാണിച്ച ചില കേസുകളുണ്ട്. ചിലർക്ക് 100 രൂപയിൽ താഴെ മാത്രമാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ പല സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത് വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വ്യാപകമായ പരാതികൾ ഉയർന്നിരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ 12ാം ക്ലാസ് CBSE വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പരാതികളും ആക്ഷേപങ്ങളുമാണ് ഉയരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിഷയത്തിൽ ഇടപെടുകയും ഈ സംഭവത്തിൽ എന്താണ് സാങ്കേതിക പിഴവ് എന്നതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നേടുകയും ഒപ്പം തന്നെ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇന്ന് ഉണ്ടായ ഒരു നീക്കം എന്നുള്ളത് CBSE ഈ ഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഫീസ് യഥാർത്ഥ ഫീസിൽ നിന്നും കൂടുതലായി കാണിച്ചവർ ആശങ്കപ്പെടേണ്ടതില്ല. അവരുടെ ഫീസ് ഒഴിവാക്കി മറ്റ് അധികമായി പിടിച്ച തുക തിരികെ നൽകുമെന്നും കുറഞ്ഞ തുക പിടിച്ചവർക്ക് ബാക്കിയുള്ള തുക അറിയിപ്പായി നൽകും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ ഫീസിന്റെ സാങ്കേതിക പ്രശ്നം നേരിട്ടതിനെ തുടർന്ന് ആശങ്കയിലായവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല എന്നുമാണ് CBSE അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അവസാന തീയതി മാറ്റുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതിന് വ്യക്തമായ ഒരു വിശദീകരണം CBSE ഈ ഒരു ഘട്ടത്തിലും നൽകുന്നില്ല.
കാര്യമായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് വാല്യുവേഷൻ രീതിയിലേക്ക് മാറിയെന്ന ആക്ഷേപം കൂടി നേരിടുമ്പോഴാണ് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പോലും അപാകതകളുണ്ടെന്ന ആരോപണം കൂടി ഉണ്ടാകുന്നത്. സംബന്ധിച്ച വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.